അപ്പോൾ നമ്മുടെ നേര് സിനിമ നാളെ റിലീസാവുകയാണ്. നമുക്കറിയാം ലാലേട്ടൻ, ജിത്തു ജോസഫ് എന്ന് പറയുമ്പോൾ തന്നെ പ്രതീക്ഷകൾ വാനോളമാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തും കൂടെ വെക്കുക. ഒന്നാമത്തെ കാര്യം, മൾട്ടിക്യാം. ഈ സിനിമയുടെ 75% ഷൂട്ട് ചെയ്തിരിക്കുന്നത് കോടതിക്കുള്ളിലാണ്. അതിൽ തന്നെ അവർ മേക്ക് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് മൾട്ടിക്യാം മേക്കിംഗ് ആണ്. മൾട്ടിക്യാം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, ഒരേ സമയം ഒരു സീനിന്റെ പല ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നതാണ് മൾട്ടിക്യാം എന്ന് പറയുന്നത്. ഇതിന് റീടേക്കുകൾ ആവശ്യമില്ല. ഒരാൾ ഡയലോഗ് പ്രസന്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ റിയാക്ഷനും ഈ കൂടെ നമ്മൾ ഒപ്പിയെടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഫേസ് റിയാക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ സമയം ഒരുപാട് ലാഭമുണ്ട്. അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ്, അതായത് ഒരു ഗിവ് ആൻഡ് ടേക്കിംഗ് ആണല്ലോ. ഒരാൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതിൽ നല്ല രീതിയിൽ റിയാക്ഷൻ കൊടുക്കുമ്പോൾ അത് നമുക്ക് സെയിം ടൈം ഇതിനെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിനൊരു ദോഷം എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫ്രെയിംസ് ആയിരിക്കും കൂടുതൽ സിനിമയിൽ കാണാൻ സാധിക്കുക. അപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞാൽ ദൃശ്യം 2 ഇറങ്ങിയപ്പോൾ തന്നെ ജിത്തു ജോസഫിൻ്റെ മേക്കിംഗ് സീരിയൽ ലെവലാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് പരിഹസിക്കുകയുണ്ടായി. പക്ഷേ അതിൻ്റെ കാരണം ഇതാണ്, അതിൻ്റെ തിരക്കഥ ആവശ്യപ്പെടുന്ന മേക്കിംഗ് മാത്രമേ ജിത്തു അത് ചെയ്യത്തുള്ളൂ. അല്ലാതെ ജിത്തു ഒരു നല്ല മേക്കർ അല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെ മൾട്ടിക്യാമിൻ്റെ മെയിൻ ദോഷം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്, സ്റ്റാറ്റിക് ഫ്രെയിംസ് ആയിരിക്കും കൂടുതൽ കാണാൻ സാധിക്കുക. ഇപ്പോൾ ലൂസിഫർ ഒക്കെ പോലത്തെ മൂവ്മെൻറ്റ് ഷോട്ടുകളും ഹൈ ആംഗിൾ വിഷ്വൽസ് ഒന്നും ഈ സിനിമയിൽ കാണാൻ സാധിക്കത്തില്ല. കൂടുതലും സ്റ്റാറ്റിക് ആയിട്ടുള്ള, അതായത് നിശ്ചലമായിട്ട് നിൽക്കുന്ന ഫ്രെയിംസ് തന്നെയായിരിക്കും സിനിമയിൽ കാണാൻ സാധിക്കുക. അത് സിനിമയെ കൂടുതൽ ഡ്രൈ ആക്കുന്നതിന് കാരണമാക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോഴും ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം ജിത്തു ജോസഫ് എന്ന റൈറ്ററെയാണ്. കാരണം ഏത് സിനിമ എടുത്താലും മേക്കിങ്ങിന് മുകളിൽ തിരക്കഥ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് അയാൾ. അപ്പോൾ അയാൾ അങ്ങനെ ഒരു മേക്കിംഗ് കൊണ്ടുവരുമ്പോൾ ആലോചിക്കുക, ആ സിനിമയുടെ സ്ക്രിപ്റ്റ് അത്രയ്ക്കും ഡെപ്ത് ഉള്ളതായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മോഹൻലാൽ എന്ന നടന്റെ തിരിച്ചുവരവാണ്. നമുക്കറിയാം ലാലേട്ടൻ സിനിമകൾ പരാജയപ്പെടുമ്പോൾ മാലപ്പടക്കം പോലെ പൊട്ടിയിരിക്കും. പക്ഷേ പുള്ളി തിരിച്ചു വന്നാൽ അതൊരു ഒന്നൊന്നര തിരിച്ചുവരവായിരിക്കും. കാരണം ചരിത്രം അങ്ങനെയാണ്, നമുക്ക് തിരിഞ്ഞു നോക്കി അറിയാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ വർഷം 2013. ആ വർഷം റിലീസായ മോഹൻലാൽ സിനിമകൾ നമുക്കൊന്ന് നോക്കാം. ലോക്പാല്, റെഡ് വൈൻ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഗീതാഞ്ജലി. അങ്ങനെ ആ വർഷം അതുവരെ ഇറങ്ങിയ മോഹൻലാൽ പടങ്ങളെല്ലാം അട്ടർ ഫ്ലോപ്പ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോഹൻലാൽ ജിത്തു ജോസഫ് കോമ്പിനേഷനിൽ വലിയ ഹൈപ്പൊന്നുമില്ലാതെ ഒരു പടം അങ്ങ് റിലീസാവുന്നത്. അതായത് ആ വർഷത്തിൻ്റെ അവസാനമാണെന്ന് ആലോചിക്കണം. ഡിസംബർ 19 സിനിമ റിലീസാവുന്നത്. റിലീസായി 2 ദിവസത്തേക്ക് തിയേറ്ററിൽ ആളില്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് തിയേറ്റർ ഹൗസ്ഫുള്ളായിരുന്നു. 150 ദിവസം ഓടിയതിന് ശേഷമാണ് ആ സിനിമ തിയേറ്റർ വിട്ടത്. അതുമാത്രമല്ല, അതുവരെ ഇല്ലാതിരുന്ന മലയാള സിനിമയ്ക്ക് ആദ്യത്തെ 50 കോടി എന്ന നേട്ടം കൈവരിച്ചതും ദൃശ്യം എന്ന ലാലേട്ടൻ പടമാണ്. ഇനി ഇതുപോലെ തന്നെ വർഷം 2016 ഇതുപോലെ ഒരുപാട് ലാലേട്ടൻ സിനിമകൾ തകർച്ച നേരിട്ട ഒരു സമയം. ആ സമയത്താണ് ഓണത്തിന് 2016 സെപ്റ്റംബർ 8 ഒപ്പം എന്ന് പറയുന്ന ഒരു പ്രിയദർശൻ സിനിമ റിലീസാവുന്നു. അതുവരെയുള്ള ലാലേട്ടൻ സിനിമകൾ പരാജയമായതുകൊണ്ട് ആരും അധികം ശ്രദ്ധ കൊടുത്തില്ല. കൂടെ ഇറങ്ങിയത് ജിത്തു ജോസഫിന് തന്നെ ഊഴ എന്ന് പറയുന്ന സിനിമയാണ്. പടം ഇറങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ അതേ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ. അങ്ങനെ ആ സിനിമയും 50 കോടി കളക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് വന്ന പുലിമുരുകൻ എന്ന സിനിമ 100 കോടി നേട്ടം കൈവരിക്കുന്നു. ഇനി ഈ വർഷത്തെ കാര്യം നമുക്കെടുക്കാം. ഈ വർഷം മലയാളത്തിൽ ലാലേട്ടൻ്റെ ഇറങ്ങിയ 2 സിനിമകൾ എന്ന് പറയുന്നത് എലോൺ ആൻഡ് മോൺസ്റ്റർ ആണ്. അറിയാലോ രണ്ടിൻ്റെ അവസ്ഥ എന്താണെന്ന്. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ദൃശ്യം സിനിമ റിലീസായ പോലെ അതേ ഡിസംബർ മാസത്തിൽ വീണ്ടും ഒരു ജിത്തു ജോസഫ് ലാലേട്ടൻ സിനിമ വരികയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ 2 അക്ഷരമുള്ള സിനിമകൾ ലാലേട്ടൻ്റെ ഒരു ലക്കി സിമ്പിളാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ജിത്തു ജോസഫായിട്ട് കൈകോർക്കുമ്പോൾ. ഇതുവരെ ഉണ്ടായിരുന്ന ലാലേട്ടൻ സിനിമകളിൽ 2 അക്ഷരമുള്ള സിനിമകളൊക്കെ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ ആണ്. അതല്ലാത്തത് കൊണ്ട് കേട്ടോ. പക്ഷേ 2 അക്ഷരം പുള്ളിക്ക് ഭയങ്കര ലക്കിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം ദൗത്യമായാലും ദൃശ്യമായാലും ഒപ്പം ആയാലും ഒരു ലാലേട്ടൻ ഒരു തിരിച്ചുവരവ് കൊടുക്കുന്ന സിനിമകളാണ്. അതുപോലെ തന്നെ ആവട്ടെ, നേരും ചരിത്രത്തിന്റെ ഭാഗമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനി മൂന്നാമത്തെ കാര്യം ഇതാണ്. മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആ നോട്ടിഫിക്കേഷൻ കൂടെ ഓൺ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കറക്റ്റ് സമയത്ത് നിങ്ങളിലോട്ട് എത്തുന്നതായിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം ലാലേട്ടന്റെ ഇന്റർവ്യൂ ആണ്. ലാലേട്ടന്റെ ഇന്റർവ്യൂ നമുക്കറിയാവുന്നതാണ്. ഭയങ്കര രസമാണ്. ഈ അടുത്തിറങ്ങിയ നേരുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊമോഷന്റെ ഭാഗമായിട്ട് ലാലേട്ടൻ കൊടുത്ത ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പ്രസന്റ് ചെയ്തേക്കുന്നത്. ഓരോ ചോദ്യത്തിനുള്ള മറുപടിയൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ലാലേട്ടൻ മറുപടി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വശമുണ്ട്. ഈ ലാലേട്ടൻ എന്ത് പറയുന്നു എന്നറിയാൻ വേണ്ടി കഴുകൻ കണ്ണുകളോടെ അതിൽ നിന്ന് ചിരണ്ടി എടുക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് എന്നുള്ളതും ഒരു വാസ്തവമാണ്. ഇനി ലാലേട്ടൻ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ അതോ അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി ഒരു വിഭാഗം ആളുകളുണ്ട്. അതിനു വേണ്ട ചോദ്യങ്ങൾ ചോദിക്കാനും ഇവിടെ ആളുകളുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ ഇതിനെയൊക്കെ ഭയങ്കര കൂളായിട്ട് ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ്. അതേസമയം തന്നെ കറക്റ്റായിട്ടുള്ള മറുപടി കൊടുക്കുകയും ചെയ്തു.
ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്ത്രീധനമായിട്ട് ബന്ധപ്പെട്ട് അവതാരകൻ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള മറുപടി ലാലേട്ടൻ കൊടുത്തു. അതിൽ നിന്ന് എസ്കേപ്പ് ആവാനോ അത് വിഷയമല്ലെന്ന് പറഞ്ഞ് തള്ളി നീക്കാനോ ലാലേട്ടൻ ശ്രമിച്ചില്ല. അതിന് കറക്റ്റായിട്ട് വേണ്ട മറുപടി എന്താണോ പുള്ളി കൊടുത്തു. അതിനപ്പുറത്തോട്ടുമില്ല ഇപ്പുറത്തോട്ടുമില്ല. അതുപോലെ തന്നെ പൊതുപരിപാടികൾ, ഇപ്പോൾ ഫാൻ ഷോ മീറ്റിങ്ങിന് വന്നപ്പോൾ എനിക്ക് എൻ്റെ പിള്ളേരുണ്ടറ എന്ന് പറയുന്ന ഡയലോഗ് ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവരോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കാൻ ലാലേട്ടൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊരു പോസിറ്റീവ് ഓറയാണ് ശരിക്കും സൂചിപ്പിക്കുന്നത്. ലാലേട്ടൻ എപ്പോഴൊക്കെ നല്ല സിനിമയായിട്ട് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് കുറച്ചുകൂടെ ടോക്കറ്റീവ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ കാണുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ലാലേട്ടനെ അല്ല നമ്മൾ ഈ നേരുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കണ്ടത്. അപ്പോൾ അതിനർത്ഥം സൂചിപ്പിക്കുന്നത് നല്ല സിനിമയായിട്ട് വരുമ്പോൾ ലാലേട്ടൻ കൂടുതൽ വാചാലനാകുന്നു എന്നുള്ളതാണ്. ഞാനിത് പറയാൻ വേറൊരു ഉദാഹരണം കൂടെ ഉണ്ട്. നമുക്കറിയാം മോൺസ്റ്റർ, ആറാട്ട് പോലുള്ള സിനിമകളൊക്കെ കൊണ്ടുവന്നപ്പോൾ ലാലേട്ടൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ലാലേട്ടൻ മറുപടി പറഞ്ഞതിനെ ഒരുപാട് വിമർശിക്കുകയുണ്ടായി. കാരണം റിവ്യൂവേഴ്സിനെ പറ്റി മോശമായിട്ട് പറയുന്നു, ആറാട്ട് സിനിമയുടെയൊക്കെ റിവ്യൂ ഭയങ്കരമായിട്ട് സിനിമയെ ബാധിച്ചു, മോശം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതുമായിട്ട് ലാലേട്ടൻ നേരെ ഉണ്ടായിരുന്നു. അത് സിനിമയുടെ ഒരു പോസിറ്റീവ് സൈനായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം നേര് എന്ന് പറയുന്ന സിനിമയിൽ ലാലേട്ടൻ ഒരുപാട് വിശ്വാസമുണ്ട്. അതൊരു തിരിച്ചുവരവാകും എന്ന കോൺഫിഡൻസ് ലാലേട്ടനിൽ ശരിക്കുണ്ട്. അപ്പോൾ ഇനി നാലാമത്തെ കാര്യം, ട്വിസ്റ്റ് ആൻഡ് സസ്പെൻസ്. നമുക്കറിയാം നേര് എന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഏത് ഇൻ്റർവ്യൂ എടുത്തു നോക്കിയാലും സംവിധായകനായ ജിത്തു ജോസഫ് കരഞ്ഞു പറയുന്നൊരു കാര്യമുണ്ട്, ഈ സിനിമയിൽ ട്വിസ്റ്റ് ഇല്ല, ഈ സിനിമയിൽ സസ്പെൻസ് ഇല്ല എന്നുള്ളതൊക്കെ. പക്ഷേ എങ്കിൽ പോലും ട്വിസ്റ്റ് ആൻഡ് സസ്പെൻസ് പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ. ശരിക്കും പറഞ്ഞാൽ ജിത്തു ജോസഫ് എന്ന സംവിധായകൻ ഏറ്റവും കൂടുതൽ ട്വിസ്റ്റ് ആൻഡ് സസ്പെൻസ് റിവീൽ ചെയ്തേക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് മെമ്മറീസിലാണ്. കാരണം ആ സിനിമയ്ക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ആ സിനിമയെ സംബന്ധിച്ച് അതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. കുറ്റവാളി ആരാണ് എന്ന് കണ്ടുപിടിക്കുന്നതും വരെ ആ സിനിമയ്ക്ക് ഒരു ട്വിസ്റ്റും സസ്പെൻസും ഒക്കെ നിറഞ്ഞ് ഏത് രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു തിരക്കഥ ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നേരിലേക്ക് വരുമ്പോൾ ഇതൊരു കോർട്ട് റൂം ഡ്രാമയാണ്. കൂടുതലും ഇമോഷൻസിന് പ്രാധാന്യം നൽകി ചെയ്യുന്ന ഒരു സിനിമയാണിത്. അതുകൊണ്ട് തന്നെ ട്വിസ്റ്റ് ആൻഡ് സസ്പെൻസിന് വളരെ സാധ്യത കുറവാണ്. പക്ഷേ നമുക്കറിയാലോ സംവിധായകൻ്റെ പേര് ജിത്തു ജോസഫ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോൾ എന്ത് സംഭവിക്കുന്നു ഒന്നും പറയാൻ പോലും പറ്റത്തില്ല. എന്തായാലും നാളെ സിനിമ കാണാൻ പറ്റും. പിന്നെ കൂടുതലൊന്നും അറിയേണ്ട ആവശ്യമില്ല. എന്തായാലും നാളെ ആ സസ്പെൻസ് എന്താ ട്വിസ്റ്റ് എന്താന്നുള്ളത് നാളെ അറിയാൻ പറ്റും. ഞാൻ പറയുകയാണെങ്കിൽ കൂടുതൽ ഒരു ഇമോഷണൽ ഡ്രാമ മാത്രം പ്രതീക്ഷിച്ചു പോവുക. ലാലേട്ടൻ എന്ന അഭിനയ പ്രതിഭയിലെ ലാലേട്ടൻ്റെ അഭിനയ പ്രാധാന്യമുള്ള ആ കഥാപാത്രത്തിൻ്റെ നല്ലൊരു പെർഫോമൻസ് മാത്രം പ്രതീക്ഷിച്ച് സിനിമയ്ക്ക് പോവുക. ഓവർ എക്സ്പെക്ടേഷൻസ് മാറ്റി വയ്ക്കുക. കാരണം വെച്ചാൽ അങ്ങനെയാണെങ്കിൽ തന്നെ ട്വിസ്റ്റ് കിട്ടിയാൽ നമുക്കതൊരു ബോണസായിട്ട് കരുതിയാൽ മതിയല്ലോ. അപ്പോൾ ഈ 4 പോയിന്റ്സാണ് നിങ്ങളുടെ അടുത്ത് ഓർമ്മപ്പെടുത്തിയത്. അപ്പോഴും പറയും സിനിമ നല്ലതാണെങ്കിൽ അത് വിജയിക്കും, ട്വിസ്റ്റ് ആൻഡ് സസ്പെൻസ് വേണ്ട എന്ന് പറയും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ദൃശ്യത്തിന് ശേഷം ജിത്തു ജോസഫിൻ്റെ പുറത്തിറങ്ങിയ സിനിമ എന്ന് പറയുന്നത് ലൈഫ് ഓഫ് ജോസൂട്ടിയാണ്. ആ സിനിമ തിയേറ്ററിൽ പരാജയപ്പെടുകയുണ്ടായത്. പക്ഷേ അതൊരു മോശം സിനിമയായിരുന്നില്ല. അവിടെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ലൈഫ് ഓഫ് ജോസൂട്ടിയിൽ പോലും ജിത്തു ജോസഫിൻ്റെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് പ്രതീക്ഷിച്ചു പോയ ആളുകളാണ് നമുക്കിടയിലുള്ളത്. അവരെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സംവിധായകൻ്റെ എക്സ്ട്രീം ലെവൽ ഔട്ട്പുട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് വരുന്ന സിനിമയെ സംബന്ധിച്ച് പ്രതീക്ഷകൾ വാനോളമായിരിക്കും. പക്ഷേ ആ സിനിമയുടെ ജോണർ മനസ്സിലാക്കി പോകേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. ഒരുപക്ഷെ ജീത്തുവിൻ്റെ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയുന്ന സിനിമ ദൃശ്യത്തിന് മുന്നേ ആയിരുന്നെങ്കിൽ ആ സിനിമ കൂടുതൽ പ്രേക്ഷക പ്രശംസ നേടിയേനെ. ഈ സിനിമ പ്രേക്ഷകർ സ്വീകരിച്ചില്ല എന്നുള്ളതല്ല, സിനിമ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടത് ടി വിയിൽ വന്നതിന് ശേഷമാണ്. അതുപോലെ തന്നെ 2016 റിലീസായ ജിത്തു ജോസഫിൻ്റെ ത്രില്ലർ സിനിമയാണ് ഊഴം എന്ന് പറയുന്ന സിനിമ. ആ സിനിമയും തിയേറ്ററിൽ വലിയ കാര്യമായിട്ട് ചലനം സൃഷ്ടിച്ചില്ല. അതിന് കാരണമായിട്ട് പറയുന്നത് ജിത്തു ജോസഫിൻ്റെ മെമ്മറീസ് പോലുള്ള സിനിമകളായിട്ട് ആ സിനിമയെ കമ്പയർ ചെയ്തു എന്നുള്ളതാണ്. ഒരു സംവിധായകൻ്റെ ഒരു സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അതേ സാധനം മറ്റൊരു സിനിമയിൽ ഉണ്ടാകണം എന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ തെറ്റാണ്. അവിടെ കൃത്യമായി നമ്മൾ ജോണർ മനസ്സിലാക്കി എന്താണ് എന്ന അറിവോടുകൂടി പോവുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ. നല്ല സിനിമ മോശം സിനിമ എന്നുള്ളതിനുപരി നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ അതിനെ സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള സിനിമ നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ നിരാശരാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്തെങ്കിലും ഇതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ക്രൈം നമ്പർ 2752/2022 തുമ്പ പോലീസ് സ്റ്റേഷൻ, പ്രതി മൈക്കിൾ